ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തികയും സ്നേഹയും വക്കീൽ വെങ്കടേഷിനെ കണ്ട വിവരം ഓഫീസിൽ ഒരു സ്റ്റാഫ് കാണാനിടയാകുന്നു. ഉടൻ തന്നെ അയാൾ അർച്ചനയെ വിവരം അറിയിച്ചു. അർച്ചന ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ശരി, ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഹാളിലേക്ക് സേതുമാധവൻ എത്തി. സേതുമാധവൻ ചോദിച്ചു, മോളെ, അവന്തികയും സ്നേഹയും കൂടി എവിടേക്കാ പോയതെന്ന് മോൾക്കറിയാവോ? മോളോട് എന്തെങ്കിലും പറഞ്ഞോ? അത് കേട്ടതും അർച്ചന പറഞ്ഞു, ഞാൻ ചോദിച്ചതാണച്ചാ, പക്ഷേ സ്നേഹ എങ്ങോട്ടാ പോകുന്നതെന്ന് വഴിയെ അറിഞ്ഞോളും എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞതെന്ന് അർച്ചന അറിയിച്ചു. ഇപ്പോ എന്നെ വിളിച്ചത് നമ്മുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്. അവന്തികേട്ടത്തിയും സ്നേഹയും കൂടി വക്കീൽ വെങ്കടേഷിനെ കണ്ടു എന്നാണ് അദ്ദേഹം അറിയിച്ചത്. ഇത് കേട്ടതും ഉടനെ തന്നെ സേതുമാധവൻ ചോദിച്ചു, അതെന്തിനായിരിക്കും മോളെ അവര് വക്കീലിനെ കാണാൻ പോയത്? മോൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ഇല്ലച്ചാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് അവരുടെ ഉദ്ദേശമെന്നും എനിക്ക് പിടികിട്ടുന്നില്ല ചാ എന്ന് അർച്ചന സേതുമാധവനോട് അറിയിച്ചു. എന്തായാലും അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോ ഇങ്ങനെ ഒരു തീരുമാനം അച്ഛൻ എടുക്കണ്ട എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു, മോളെ, ഇത് ഇക്കാര്യത്തിൽ അവന്തികയും നല്ല സ്നേഹയും നല്ല ആരിടപെട്ടാലും എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറില്ല. അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്ന് സേതുമാധവൻ അർച്ചനയോട് അറിയിച്ചു. അതിനുശേഷം അർച്ചന കുഞ്ഞിനെ റൂമിലിരുത്തി കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ സച്ചി ഓഫീസിലേക്ക് പോകാനായി റെഡിയായി. സച്ചി ഉടനെ അർച്ചനയോട് ചോദിച്ചു, എടോ, എനിക്കുള്ള ഷർട്ട് താൻ അയൺ ചെയ്തു വെച്ചോ എന്ന് അന്വേഷിച്ചിടും. അർച്ചന പറഞ്ഞു, ആ, അതെപ്പോഴേ ചെയ്തു സച്ചിയേട്ടാ എന്ന് പറഞ്ഞ് സച്ചിയേട്ടൻ കുഞ്ഞിനെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് കുഞ്ഞാവെ അവിടെ ഇരുത്തിയിട്ട്, മോളെ, അച്ഛൻ ഷർട്ട് എടുത്ത് കൊടുക്കട്ടെ അമ്മ, മോള് ഇവിടെ ഇരുന്ന് കളിച്ച കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ കളിപ്പാട്ടം മോൾക്ക് ഇട്ട് കൊടുത്തിട്ട് വേഗം അർച്ചന കബോർഡ് തുറന്ന് അതിലുണ്ടായിരുന്ന ഷർട്ട് എടുത്ത് സച്ചിക്ക് കൊടുക്കുന്നു. സച്ചി ഷർട്ട് ധരിക്കുന്നതിനിടയിൽ അർച്ചന സച്ചിയെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബെഡിൽ കിടന്ന കുഞ്ഞ് ആ കളിപ്പാട്ടം കയ്യിലെടുത്ത് കമന്ന് മറിയുന്ന കാഴ്ച കണ്ടത്. അത് കണ്ടതോടെ അർച്ചനയ്ക്ക് വലിയ സന്തോഷമായി. സച്ചിയേട്ടാ, അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞ് കുഞ്ഞ് കമിഴ്ന്നു വരുന്ന കാഴ്ച സച്ചിയെ ചൂണ്ടിക്കാണിച്ചു. ഉടനെ സച്ചി പറഞ്ഞു, ആഹാ, അച്ഛന്റെ പൊന്നുമോള് കമിഴ്ന്നു വീണോ? ആ, ഇനി പതിയെ മുട്ടി നീന്തി 4 കാലയില ഓടി അങ്ങനെ പെട്ടെന്ന് നടക്കാൻ പഠിക്കും എന്ന് സച്ചി കുഞ്ഞാവിയോട് അറിയിച്ചു. അത് കേട്ട് അർച്ചന വേഗം ഓടിച്ചെന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ സച്ചി ചോദിച്ചു, അല്ല അർച്ചന, നമ്മുടെ മോളും സന്ദീപിന്റെ കുഞ്ഞും ഇവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ, ഒരു ദിവസമല്ലേ ജനിച്ചത് എന്ന് ചോദിച്ചു. അതേന്ന് അച്ഛൻ മറുപടി പറയുമ്പോ ഉടനെ സച്ചി ചോദിച്ചു, എന്നിട്ട് മാലുമോള് ഇതുവരായിട്ടും കമന്ന് വീണില്ലല്ലോ എന്ന് അന്വേഷിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, അത് താമസിയാതെ മോളും കമന്ന് വീണോളും സച്ചിയേട്ടാ എന്ന് അർച്ചന പറയുന്നു. അതിനുശേഷം സച്ചിയെ നോക്കി അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സച്ചിയെന്നൊന്നും തോന്നില്ലേ? എന്തായാലും ഇതുപോലെ നമ്മുടെ മോളെയും മാലുമോളെയും വെച്ചുള്ള ഇങ്ങനെ ഒരു കമ്പാരിസൺ അത് സച്ചിയേട്ടാ നടത്തരുത്. കാരണം ഇങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ നടത്തുന്നത് അത് സന്ദീപോ ആതിരയോ കേട്ടുകൊണ്ട് വന്നാൽ അവരുടെ മനസ്സ് എത്രത്തോളം വേദനിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ ഇനി സച്ചിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് അർച്ചന പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അയ്യോ അർച്ചന, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇനി തന്നെ മനസ്സിന് വിഷമം തോന്നിയെങ്കിൽ സോറി കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഇനി ഞാൻ അങ്ങനെ പറയാതിരുന്നോളാം എന്ന് സച്ചി അറിയിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, മനസ്സിന് വിഷമമൊന്നും ആയില്ല, പിന്നെ സച്ചിനൊന്നും ശ്രദ്ധിക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ സച്ചിൻ ഇറങ്ങുവല്ലേ എന്ന് അന്വേഷിച്ചിട്ടും, അതെ, ഞാൻ ദാ ഇറങ്ങുവാ എന്ന് പറഞ്ഞു. ഉടനെ അർച്ചന പറഞ്ഞു, അതെ, അച്ഛൻ പോയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കുളിക്കാൻ എന്ന് സച്ചി അർച്ചന കുഞ്ഞാവയും കയ്യിലെടുത്തുകൊണ്ട് സച്ചിയോട് പറയുന്നു. സച്ചി ഇത് കേട്ട് ചിരിച്ചുകൊണ്ട്, എന്നാ അച്ഛൻ പോയിട്ട് വരാവേ എന്ന് കുഞ്ഞിനോട് യാത്ര പറയുന്നു. അങ്ങനെ കുഞ്ഞ് സച്ചിയെ നോക്കി ചിരിച്ചങ്ങനെ കാണിക്കുമ്പോ അർച്ചന കുഞ്ഞിനെയും കയ്യിലെടുത്ത്, നമുക്ക് കുളിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെയും കൊണ്ട് നേരെ ഹാളിലേക്ക് പോകുന്നു. ഹാളിൽ കുളിക്കുവാനായിട്ട് കുഞ്ഞിനെ ആ ഷീറ്റിൽ കിടത്തിയിട്ട് എണ്ണയെല്ലാം തേച്ച് വെള്ളവും കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് അർച്ചന ഒരു കാര്യം ഓർത്തത്. അയ്യോടാ അമ്മ, ഒരു കാര്യം മറന്നുപോയല്ലോ. കുളിക്കാനായിട്ടേ സോപ്പ് എടുക്കാൻ അമ്മ മറന്നുപോയി. അമ്മ ദാ ഇപ്പൊ സോപ്പ് എടുത്തോണ്ട് വരാവേ എന്ന് പറഞ്ഞ് അർച്ചന വേഗം കുഞ്ഞിനെ അവിടെ കിടന്നോളാൻ അറിയിച്ചിട്ട് കുഞ്ഞിനെ ആ നിലത്ത് ആ ഷീറ്റിൽ കിടത്തി അർച്ചന വേഗം സോപ്പ് എടുക്കാനായിട്ട് ആദ്യം അവിടെ നിന്ന് അനഘയെ വിളിച്ചു. അനഘേ, അനഘേ എന്ന് 1-2 തവണ വിളിച്ചിട്ടും അനഘ വിളി കേട്ടില്ല. പിന്നെ അർച്ചന പറഞ്ഞു, ഞാൻ അമ്മ ദാ വരുന്നേ എന്ന് പറഞ്ഞ് വേഗം റൂമിലേക്ക് അർച്ചന പോകുന്നു. സോപ്പ് എടുക്കാനായി അർച്ചന പോയ തക്കത്തിന് അവന്തിക കുഞ്ഞിന്റെ അരികിലേക്ക് വന്നു.
കുഞ്ഞിനെ നോക്കിയതും എന്തായാലും ഇത് തന്നെ തനിക്ക് പറ്റിയ അവസരം എന്നുള്ള തീരുമാനത്തിൽ അവന്തിക വേഗം കുഞ്ഞിനെ എടുത്ത് അവിടെ അടുത്തുണ്ടായിരുന്ന ടീപ്പോയ് മുകളിൽ കൊണ്ടുവന്ന് കിടത്തി. എന്നിട്ട് കുഞ്ഞ് കമിഴ്ന്നു വരുന്നതിന് വേണ്ടി കുഞ്ഞിനെ ആ ടീപ്പോയിൽ കിടത്തിയിട്ട് കുഞ്ഞിനെ തൊട്ടരികിലായി അർച്ചന കുഞ്ഞിനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന് ബക്കറ്റിൽ വെച്ചിരിക്കുന്ന വെള്ളം അത് കൃത്യമായി കുഞ്ഞു വന്ന് അഥവാ കമന്നടിച്ച് വീഴുന്നത് ആ ബക്കറ്റിൽ തന്നെ വീഴണമെന്ന ചിന്തയോടെ ബക്കറ്റും ആ ടീപ്പോയ്ക്ക് അരികിലായി കൊണ്ടുവന്ന് വയ്ക്കുന്നു. എന്നിട്ട് കുഞ്ഞിനെ അവിടെ കിടത്തി അവന്തിക പറഞ്ഞു, അതെ മോള് കൃത്യമായി തന്നെ കമന്ന് ഈ ബക്കറ്റിൽ തന്നെ വന്ന് വീഴണേ എന്ന് പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോകുന്നു. കുഞ്ഞ് ആ ടീപ്പോയിൽ കിടന്ന് കളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അർച്ചന സോപ്പുമായി താഴേക്ക് ഇറങ്ങി വരുന്നത്. അർച്ചന സ്റ്റെയർ ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ കുഞ്ഞ് ആ ടീപ്പോയിൽ കിടക്കുന്ന കാഴ്ച കണ്ടു. അതോടെ അർച്ചനയ്ക്ക് ആശങ്കയായി. അയ്യോ മോളെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അർച്ചന ഓടി വന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തു. കുഞ്ഞപ്പോഴേക്കും ഒന്നും അറിയാതെ അവിടെ ആ ടീപ്പോയിൽ തന്നെ കിടന്ന് കമന്ന് അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അർച്ചന കുഞ്ഞിനെ നോക്കി ഓടി വന്ന് കുഞ്ഞിനെ കയ്യിലെടുത്ത് താരാട്ട് പാടി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്റെ കുഞ്ഞ് മോളെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം റൂമിലേക്ക് എത്തിയ അർച്ചന കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കാനായി ശ്രമിച്ചു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ അനഘ കുഞ്ഞിനെ താലോലിക്കുന്നതിനിടയിൽ അർച്ചനയോട് ചോദിച്ചു, മോള് വല്ലാതെ പേടിച്ചു പോയല്ലേ എടുത്തി? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ആ അതെ, ഞങ്ങൾ രണ്ടുപേരും പേടിച്ചു പോയി എന്ന് അർച്ചന പറയുമ്പോ അനഘ പറഞ്ഞു, അപ്പോ ഏട്ടത്തി വളരെ ശ്രദ്ധിച്ചല്ലേ കുഞ്ഞിനോടെ കൊണ്ടുവന്ന് കിടത്തിയത്? പിന്നെ എങ്ങനെയാ കുഞ്ഞ് കൃത്യമായി ടീപ്പോയിൽ നിന്ന് ആ ബക്കറ്റിൽ വീഴുന്ന രീതിയിൽ അവിടെ കൊണ്ടുവന്ന് കിടത്തിയത് എന്ന് അർച്ചനയോട് അനഘ ചോദിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതാ എനിക്ക് അറിയത്തില്ലാത്തത്, ഞാൻ കുഞ്ഞിനെ നിലത്ത് തന്നെ കിടത്തിയതാ, പിന്നെ എങ്ങനെ കുഞ്ഞ് അവിടെ വന്നു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഉടനെ അനഘ പറഞ്ഞു, ഏട്ടത്തി ഇനി ഇതാരേലും മനഃപൂർവ്വം കുഞ്ഞിനെ വീഴ്ത്താനായിട്ട് ചെയ്തതാണെങ്കിലോ എന്ന് ചോദിച്ചു. അത് കേട്ടതും അർച്ചനയ്ക്കാകെ സംശയമായി. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും നീ കണ്ടോ? അപ്പോഴേക്കും അനഘ പറഞ്ഞു, അതെ, ഈ വീട്ടിൽ കുഞ്ഞിവിടെ താമസിക്കുന്ന ഇഷ്ടമല്ലാത്ത, കുഞ്ഞിവിടേക്ക് വന്നത് ഇഷ്ടമല്ലാത്ത പലരും ഉണ്ടല്ലോ, അതിലാരെങ്കിലും ആവാൻ വഴിയുണ്ടല്ലോ. കാരണം നീ അങ്ങനെ എന്തെങ്കിലും കണ്ടോ എന്ന് അർച്ചന അപ്പോഴേക്കും അന്വേഷിച്ചു. ഉടനെ അനഘ പറഞ്ഞു, അതെ ഏട്ടത്തി, ഞാൻ ഇന്ന് റൂമിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞിന്റെ അടുത്തേക്ക് ചേച്ചി വരുന്നത് ഞാൻ കണ്ടു. ഇതിന് പിന്നിൽ ചേച്ചിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏട്ടത്തി എന്ന് പറഞ്ഞു. അത് കേട്ടതും അർച്ചനയ്ക്ക് ആകെ ദേഷ്യമായി. ഉടനെ അർച്ചന അനഘയോട് പറഞ്ഞു, നീ മോളെ ഒന്ന് പിടിച്ചേ. അങ്ങനെ കുഞ്ഞിനെ അനഘയെ ഏൽപ്പിച്ചിട്ട് അർച്ചന വേഗം അവന്തികയുടെ റൂമിലേക്ക് പോയി. അതെ, അവർ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ എന്റെ കുഞ്ഞിന് നേരെ അവരുടെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും ശ്രമങ്ങളും ഒക്കെ ഉണ്ടായാൽ അത് ഞാൻ ഒരിക്കലും അനുവദിച്ചു തരില്ല, അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് അർച്ചന അനഘയോട് അറിയിച്ചു. അതെല്ലാം കേട്ട് അനഘ നോക്കി നിൽക്കുമ്പോ അർച്ചന പറഞ്ഞു, നീ മോളെ പിടിച്ചേ, ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് ഇപ്പൊ തന്നെ അറിയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചന വേഗം തന്നെ താഴെ അവന്തികയുടെ റൂമിലേക്ക് എത്തുന്നു. അവന്തിക വാഷ്റൂമിൽ കയറിയിട്ട് മുഖമെല്ലാം വാഷ് ചെയ്തിട്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അർച്ചന റൂമിലേക്ക് എത്തിയത്. അർച്ചന വേഗം അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു. ഇത് കണ്ടതോടെ അവന്തിക അർച്ചനയെ നോക്കി ചിരിച്ചു. അല്ല, നീ എന്താ ഈ കാണിക്കുന്നത്? എന്തിനാ നീ വാതിൽ ലോക്ക് ചെയ്തത് എന്ന് ചോദിച്ചതും അർച്ചന അവന്തികയോട് പറഞ്ഞു, അതെ, നിങ്ങളെ ഒന്ന് കാണാൻ ഞാൻ ഈ വീട്ടിൽ വന്നു കയറി അന്നു മുതൽ തുടങ്ങിയതാണ് എന്നോടുള്ള പോരും ബഹളവുമൊക്കെ. അതൊക്കെ ഞാൻ സഹിച്ചു ശ്രമിച്ചു. കാരണം നിങ്ങള് ഈ വീട്ടിലെ മരുമകളാണെന്നും എന്തിനുപരി നന്ദേട്ടന്റെ ഭാര്യയാണെന്നുള്ള ഒറ്റ ഒരു ചിന്താഗതിയിലാണ് ഞാൻ അതെല്ലാം വിട്ടുകളഞ്ഞത്. എന്നാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അതും എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം, അത് ഞാൻ സമ്മതിച്ചില്ല. എന്റെ കുഞ്ഞിനോടാണ് നിങ്ങളുടെ പരാക്രമമെങ്കിൽ അത് ഞാൻ അനുവദിച്ചു തരികയുമില്ല എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടതും അവന്തിക ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിന്റെ കുഞ്ഞോ? അതിന് നീ എപ്പോഴാ അമ്മയായത്? ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, അതിനെ പ്രസവിച്ചാൽ മാത്രമേ അമ്മയാകൂ എന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ, നീ എപ്പോഴാ അമ്മയായത്? നീ അതിനെപ്പോഴാ പ്രസവിച്ചത്? നീ ഒരിക്കലും പ്രസവിക്കത്തില്ല എന്നുള്ള കാര്യം ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാമല്ലോ. നിന്നെ പരിശോധിച്ച ഡോക്ടറും അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ നീ അമ്മയാകുന്നത് എന്ന് അവന്തിക ചിരിച്ചുകൊണ്ട് അർച്ചനയെ പരിഹസിക്കും വേണം ചോദിച്ചു. അത് കേട്ട അർച്ചന പറഞ്ഞു, അതെ, പ്രസവിച്ചാൽ മാത്രമേ അമ്മയാകൂ എന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരാളും അമ്മയാകുന്നില്ല. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം നൽകി, അവരെ സ്നേഹിച്ച് വാത്സല്യം നൽകി, അവരെ ചേർത്ത് നിർത്തി വളർത്തണം. എന്നാൽ മാത്രമേ ഒരമ്മ അമ്മയാവുകയുള്ളൂ എന്ന് അർച്ചന അവന്തികയോട് പറഞ്ഞു. അതിരിക്കട്ടെ, ഞാൻ ഒരു കുഞ്ഞിന് ജന്മം നൽകിയില്ല എന്നത് ശരി തന്നെ.
പക്ഷേ നിങ്ങൾക്ക് എന്താ അത് സാധിക്കാതെ പോയത്? നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്രയോ വർഷമായി. ഇന്നേ വരെ നിങ്ങളെ ആരെങ്കിലും ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്യുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇത്രയും വർഷമായിട്ടും നിങ്ങൾക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ സാധിച്ചോ? അതെന്താ പറ്റാതായത് എന്ന് അർച്ചന അന്വേഷിച്ചു. അവന്തിക ഉത്തരം മുട്ടിയങ്ങ് നിൽക്കുമ്പോ അവന്തികയോട് അർച്ചന പറഞ്ഞു, അതെ, ഈശ്വരന്മാർ കുഞ്ഞുങ്ങളെ തരുന്നത് അത് മറ്റുള്ളവരുടെ സങ്കടം കണ്ടിട്ടോ ഓരോരുത്തര് ആ കുഞ്ഞുങ്ങളെ അർഹിക്കുന്നുണ്ട് എന്ന് ഒറ്റ കാരണത്താലുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, എന്റെ കുഞ്ഞിന്റെ നേരെ ഇനി നിങ്ങളുടെ പരാക്രമം എന്തെങ്കിലും കാട്ടിയാൽ ഇതായിരിക്കില്ല ഈ അർച്ചനയുടെ സ്വഭാവം എന്ന് അർച്ചന പറയുമ്പോ അവന്തിക പറഞ്ഞു, ഓ അത് ശരി, നിന്റെ കുഞ്ഞോ? വല്ലയിടത്തും കിടന്ന കുഞ്ഞിനെ, വല്ലവരുടെയും കുഞ്ഞിനെ നീ നിന്റെ കുഞ്ഞായിട്ടാണല്ലോ ഇവിടെ വളർത്തുന്നത്. എവിടെയോ തെരുവിൽ എവിടെയോ കിടന്ന ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമായിട്ടൊന്നും പറയരുതെന്ന് എന്ന് അർച്ചന താക്കീത് ചെയ്യുമ്പോ അവന്തിക പറഞ്ഞു, എന്നാ നീ കേട്ടോ, നിന്റെ കുഞ്ഞിനെ ഞാൻ ചിലപ്പോ കൊല്ലാൻ ശ്രമിച്ചെന്നിരിക്കും. അതിലെന്താ ഇത്ര തെറ്റ്? അതെ, ഈ കണ്ട സ്വത്തുക്കളുടെ ഒക്കെ അവകാശിയാക്കി മാറ്റാൻ നീ ആ കൊച്ചിനെ കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്? ആ കൊച്ചിനെ ഇതിന്റെ എല്ലാം സ്വത്തിന്റെ എല്ലാം അവകാശിയാക്കാനുള്ള ശ്രമമല്ലേ? അത് നടക്കാതെ പോയതിന്റെ നിരാശയല്ലേ? എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇനി നീ എത്ര ശ്രമിച്ചാലും മറ്റുള്ളവരുടെ സ്വന്തമാകേണ്ട ഈ സ്വത്ത് അത് നിന്റെ ആ വലിഞ്ഞു കയറി വന്ന കൊച്ചിന് കൊടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അത് ഞാൻ അനുവദിച്ചു തരില്ല. ഈ അവന്തിക ഇവിടെ ജീവനോടെ ഉള്ളപ്പോൾ അത് അംഗീകരിച്ചും തരില്ല, മനസ്സിലായോ എന്ന് അവന്തിക അർച്ചനയോട് പറയുമ്പോ അർച്ചന പറഞ്ഞു, ആർക്ക് വേണം ഈ സ്വത്തൊക്കെ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞതും അവന്തിക പറഞ്ഞു, അതെ, ഇനി എത്ര നാളാ കൊച്ചു നിന്റെ കയ്യിലുണ്ടാകുമെന്ന് പോലും നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇനി അധികം നാളൊന്നും ആ കൊച്ചു നിന്റെ കയ്യിൽ കാണാൻ പോകുന്നില്ല. നിന്റെ കയ്യിൽ നിന്നല്ല, ഈ ലോകത്ത് പോലും അതിനി അധിക നാളം ഉണ്ടാവില്ല. നീ നോക്കിക്കോ അർച്ചനെ എന്ന് അവന്തിക വെല്ലുവിളിക്കുമ്പോ അത് കേട്ട അർച്ചന സഹിക്കാനാകാതെ അവന്തികയുടെ തോളിൽ കിടന്ന ആ ടവൽ പെട്ടെന്ന് തന്റെ കൈക്കുള്ളിലാക്കി. എന്നിട്ട് ആ ടവൽ പിരിച്ചെടുത്തുകൊണ്ട് അർച്ചന അത് അവന്തികയുടെ കഴുത്തിലേക്ക് തന്നെ ഇട്ടു. ആ ടവൽ പിരിച്ച് ഒരു കയറ് പോലെയാക്കി അവന്തികയുടെ കഴുത്തിലേക്ക് കുരുക്കുമ്പോ അവന്തിക പറഞ്ഞു, അർച്ചന, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് അവന്തിക ദേഷ്യത്തോടെ അർച്ചനയോട് ചോദിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, എന്റെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അങ്ങനെ ഒരു സംശയം നിനക്കുണ്ടെങ്കിലേ നീ കൊണ്ടേ കേസ് കൊടുക്ക്. അത് കേട്ടതും അർച്ചന പറഞ്ഞു, എനിക്ക് കേസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, എനിക്കൊരു പോലീസ് സ്റ്റേഷനിലും പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു നീക്കം നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും എനിക്കറിയാം. ഇനി അത് നടത്താതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും എനിക്കറിയാം എന്ന് അവന്തികയോട് അർച്ചന പറയുന്നു. അത് കേട്ടതും അവന്തിക അർച്ചനയെ നോക്കി. ഉടനെ തന്നെ അർച്ചന അവന്തികയുടെ കഴുത്തിൽ ആ ടവൽ മുറുക്കിക്കൊണ്ട് അവന്തികയെ നേരെ ആ ബെഡിലേക്ക് വലിച്ചെറിയുന്നു. അവന്തിക കഴുത്തിലിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും വേദനയിൽ അങ്ങനെ കരിയോട് അവന്തികരിക്കുമ്പോ, നിനക്കെന്താ ഭ്രാന്താണോ അവന്തികയെ? ഒരു പിഞ്ചു കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? ഇതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടവരുണ്ട് എന്ന് പറഞ്ഞപ്പോ അവന്തിക ആകെ ഞെട്ടി. ഇതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് അവന്തികയെന്ന് അർച്ചനയെന്ന് വീണ്ടും അവന്തിക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉടനെ അർച്ചന പറഞ്ഞു, ഇനി നിങ്ങൾ എന്റെ കുഞ്ഞിനെ നേരെ ഇതുപോലെ എങ്ങാനും ശ്രമിച്ചാൽ നിങ്ങളെ ഞാൻ കൊല്ലും തീർച്ച എന്ന് പറഞ്ഞ് അർച്ചന വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ അനഘ കുഞ്ഞുമായി ആ വാതിൽ വന്ന് നിൽക്കുന്നു. അർച്ചന കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് കലിയോടൊന്ന് അവന്തികയെ നോക്കി ആ റൂമിൽ നിന്ന് ആ റൂമിന് വാതിൽക്കൽ നിന്ന് അർച്ചന കുഞ്ഞുമായി പോന്നു. അപ്പോഴേക്കും അവിടെ തനിച്ച് നിൽക്കുന്ന അനഘ ദേഷ്യത്തോടെ അവന്തികയൊന്ന് നോക്കി. അതോടെ അവന്തികയ്ക്ക് മനസ്സിലായി, ഇതിന് പിന്നിൽ അനഘ തന്നെയാ, അവൾ തന്നെയായിരിക്കും ഞാൻ ആ കുഞ്ഞിനടുത്ത് നിൽക്കുന്ന കണ്ടു എന്ന് പറഞ്ഞത്, അല്ലാതെ ആര് പറയാൻ എന്ന് ആലോചിച്ച് അവന്തിക അങ്ങനെ ആകെ ടെൻഷനോടിയിരുന്നു. പിന്നീട് സേതുമാധവനെ കാണാനായി വക്കീലെത്തുന്നു. വക്കീല് സേതുമാധവനോട് വന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോ സേതുമാധവൻ ചോദിച്ചു, എന്തായി വക്കീലെ, നമ്മുടെ പ്രൊസീജിയേഴ്സ് ഒക്കെ റെഡി ആയല്ലോ അല്ലെ? ഈ പേപ്പേഴ്സ് ഒക്കെ റെഡി ആയി കാണുമല്ലോ, എന്നാ ബാക്കി പ്രൊസീഡിങ്ങിലേക്ക് കടക്കാം എന്ന് പറഞ്ഞപ്പോ പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞതും ഉടനെ വക്കീല് പറഞ്ഞു, അത് നടക്കില്ലല്ലോ സാറേ, അത് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കേട്ടതും സേതുമാധവൻ ചോദിച്ചു, എന്ത് പ്രശ്നം? എന്താ വക്കീല് പറയുന്നത്? അപ്പോഴേക്കും സേതുമാധവനോട് വക്കീല് പറഞ്ഞു, അതെ, വേറൊന്നുമല്ല സാർ, കുട്ടികളുടെ പേരിൽ ഈ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് തനിക്ക് കൂടി അവകാശപ്പെട്ട സ്വത്താണെന്നും അത് ഇങ്ങനെ വീതം വെക്കുന്നതിൽ തനിക്ക്
സമ്മതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സാറിന്റെ മകൾ സ്നേഹ കോടതിയിൽ സമീപിച്ചിരുന്നു. അവിടുന്ന് സ്നേഹയുടെ വക്കീല് സ്റ്റേ ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു. ഇനി ആ സ്റ്റേ ഓർഡർ പിൻവലിക്കാതെ ഇനി ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇത് സ്വത്ത് സംബന്ധമായ കാര്യമായതുകൊണ്ട് ഇത് വർഷങ്ങളോളം നീണ്ടു പോവുകയും ചെയ്യും ഇങ്ങനെ ഒരു കേസ് പോയാൽ. അതുകൊണ്ട് തന്നെ ഈ കേസ് വക്കീൽ ഓഫീസിൽ പോയി പറഞ്ഞ് വക്കീലിനെ കൊണ്ട് വേഗം തന്നെ ഇങ്ങനെ ഒരു കേസ് മുന്നോട്ട് പോകുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണമെന്നും സാറിന്റെ മകളെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കണമെന്നും സേതുമാധവനോട് വക്കീൽ അറിയിച്ചു. എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞതും അത് കേട്ടതോടെ സേതുമാധവൻ പറഞ്ഞു, ശരി, എന്നാ ഇപ്പൊ തന്നെ ഞാൻ സംസാരിക്കാം സ്നേഹയെ എന്ന് സേതുമാധവൻ ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും അർച്ചനയും അനഘയും ആതിരയും കൂടി ഹാളിലേക്ക്, പിന്നാലെ സ്നേഹ അവിടേക്ക് ഇറങ്ങി വന്നു. എന്ന് സ്നേഹ വന്ന് ചോദിച്ചു, അനഘെ, വക്കീല് പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും സ്നേഹ പറഞ്ഞു, വക്കീല് പറഞ്ഞതോ? എനിക്ക് മനസ്സിലായില്ല. വക്കീൽ എന്താ പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല. ഇനി അഥവാ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കാര്യമാണെങ്കിൽ, അതിന്റെ സ്റ്റേ ഓർഡറിനെ കുറിച്ചാണെങ്കിൽ അക്കാര്യം സത്യമാണ്. അങ്ങനെ ഒരു സ്റ്റേ ഓർഡർ എന്റെ വക്കീൽ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് സ്നേഹ അറിയിച്ചു. അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു, ആതിരയുടെയും അർച്ചനയുടെയും കുട്ടികളുടെ പേരിൽ ഞാൻ എന്റെ സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യുന്നതിന് നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും നിനക്ക് വേണ്ടുന്ന സ്വത്തുക്കളൊക്കെ അത് ഭദ്രമായി തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതും സേതുമാധവൻ അറിയിച്ചു. അത് കേട്ടതും അവന്തിക സ്നേഹ പറഞ്ഞു, അങ്ങനെ അച്ഛന്റെ ഇഷ്ടത്തിന് ഇവിടെ കാര്യങ്ങൾ ഇനി നടക്കാൻ ഞാൻ സമ്മതിക്കുന്നു. അപ്പോഴേക്കും സ്നേഹ ഉടനെ തന്നെ അച്ഛനോട് തട്ടിക്കയറി, അത് ശരി, നിങ്ങളൊന്നും നടക്കില്ല എന്ന് അറിഞ്ഞപ്പോ നിങ്ങൾക്ക് ആകെ സങ്കടമായല്ലേ? അതായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. സമനില തെറ്റി കാണുമല്ലേ? അതൊക്കെ മറ്റാർക്കൊക്കെയാണല്ലോ. അച്ഛനോടും എത്ര പക്ഷേ അതൊന്നും അച്ഛൻ കേട്ടില്ല. അതുകൊണ്ടല്ലേ ചോദിച്ചത്. അച്ഛൻ ഈ സ്നേഹ പറയുന്നൊക്കെ കേട്ടില്ലേ എന്ന് അർച്ചന സേതുമാധവൻ പറഞ്ഞു, മോളെ സ്നേഹേ, നീ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അർച്ചനെ. അർച്ചന പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലച്ചാ, ഇനി അങ്ങനെ അച്ഛന്റെ ഇഷ്ടപ്രകാരത്തിൽ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കലാകാൻ പോകുന്നില്ല. അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന് അച്ഛൻ വാശി പിടിക്കുന്നത് എന്തിനാ? അച്ഛന്റെ മകൾ തന്നെയല്ലേ ഞാനും. അപ്പോ അതേ വാശി എനിക്കും ഉണ്ടാകുമെന്ന് അച്ഛൻ എന്തുകൊണ്ട് കരുതിയില്ല എന്ന് സ്നേഹ സേതുമാധവനോട് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു തീരുമാനവുമായി അച്ഛൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കണ്ട. അത് നടക്കില്ല. ഞാൻ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എന്റെയും തീരുമാനം എന്ന് സ്നേഹ സേതുമാധവനോട് അറിയിക്കുന്നു. ആകെ ടെൻഷനോടെ സേതുമാധവൻ നിൽക്കുന്നു. അതിനുശേഷം ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്താ പോംവഴിയെന്ന് സേതുമാധവൻ തലപകഞ്ഞ് ആലോചിക്കുന്നു. പിന്നീട് അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിൽ നിന്ന് എല്ലാവരെയും പിന്തിരിപ്പിക്കാൻ അർച്ചനയും ശ്രമിക്കുന്നു. ഈ സമയം സ്നേഹ ധനുഷിനെ വിളിച്ച് ഉടൻ തന്നെ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്നും നീ എന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്നും സ്നേഹ ധനുഷിനോട് ചോദിച്ചു. ഉടനെ മറ്റാരും അറിയാതെ ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം മറ്റൊരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി സ്നേഹ തീരുമാനിക്കുകയും അവിടേക്ക് ധനുഷിനോട് വരണമെന്ന് സ്നേഹ ഫോണിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം നെല്ലിശ്ശേരിയിൽ സ്നേഹയെ കാണാതായതിന്റെ പേരിൽ എല്ലാവരും ആകെ ടെൻഷനിലാവുന്നു. പോയി എന്നറിയാതെ ആകെ ആശങ്കപ്പെടുന്നു. അവന്തിക കുഞ്ഞിനെ കൊന്നുകളയുക തന്നെ ചെയ്യുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഏത് വിധേനയും ആ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുമെന്നും അത് ജനിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ വിധി ഞാൻ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അതിനി ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ല കുഞ്ഞിന്. ആ കുഞ്ഞിനെ എന്നേക്കുമായി ഞാൻ അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അവന്തിക മനസ്സിൽ ഉറപ്പിക്കുന്നു.